ഹായ്, ഇടിയപ്പം ഉണ്ടാക്കുവാണേ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാമേ. അരിപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തവി വെച്ച് ഇളക്കിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടി ചേർത്ത് ഇതുപോലെ ഇളക്കി നല്ലപോലെ ആ തവി വെച്ച് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കുക. എന്നിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കും. ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ ആവശ്യത്തിന് വെള്ളം നോക്കി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്ന് ചൂട് മാറുന്ന വരെ നല്ലപോലെ ഈ തവി വെച്ച് ഇളക്കിയിട്ട് ഒന്ന് ചൂട് മാറുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് നല്ല ചൂടൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും കൈ വെച്ച് ഇളക്കിയെടുക്കാമേ. ഞാനൊന്ന് അടച്ചു വെച്ചായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് ചൂട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൈ വെച്ച് ഇതുപോലെ കുഴച്ചെടുത്തേ. എല്ലായിടത്തുനിന്നും മാവ് ഇതുപോലെ ഇളക്കി ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആകെ ഇട്ടേക്കുന്ന ഉപ്പ് മാത്രമാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന കൂട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടി തേങ്ങ ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് ഇടിയപ്പം ഇനിയും പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഓരോന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ടേ. അപ്പം ഇത് ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഇളകി വരികയും ചെയ്യും. നമുക്കിത് പിഴിയാൻ ഇച്ചിരി എളുപ്പമുണ്ട്. അപ്പോൾ ആ കറക്റ്റ് പരുവത്തിന് നമ്മൾ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇടിയപ്പം പിഴിയാൻ എളുപ്പമായിരിക്കും. കട്ടിക്കൊക്കെ മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം പിഴിയാൻ നല്ല പാടായിരിക്കുമേ. അപ്പോൾ വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇടിയപ്പം എല്ലാം പിഴിഞ്ഞ് കഴിഞ്ഞ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നല്ല വിട്ട് വരുവേ. ഒന്ന് ആവി കയറി ഇത് വെന്ത മാവൂടായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. ഒട്ടിയൊന്നും പിടിക്കത്തില്ലേ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാമേ. മുട്ടക്കറിക്ക് വേണ്ടി സവാളയൊക്കെ വഴറ്റി മുട്ടക്കറി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇടിയപ്പം റെഡിയായി കേട്ടോ. ബൈ.